പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് രണ്ട് മലയാളത്തിലെ മികച്ച രണ്ട് നടന്മാരാണ്. ഒപ്പം രണ്ടുപേരും സംവിധായകരാണ്. എന്തായാലും ഇവരുടെ ഒരു കോംബോ ഒരുമിക്കുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയുടെ പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു കല്യാണം, ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണ വിശേഷവുമായി ബന്ധപ്പെട്ടാണ് സിനിമ തുടങ്ങുന്നത്. ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന വിനു എന്ന കഥാപാത്രം പൃഥ്വിരാജിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നു. ആ കല്യാണ തിരക്കിലേക്ക് ഗൾഫിൽ നിന്ന് വരുന്ന വിനു ഗുരുവായൂർ വെച്ചാണ് കല്യാണം. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വളരെ രസകരമായ കുറേ സന്ദർഭങ്ങളാണ് സിനിമയിൽ വിപിൻ ദാസ് എന്ന സംവിധായകൻ ഒരുക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന് കൂട്ടായിട്ട് ദീപു പ്രദീപ്, അദ്ദേഹമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ ദാസിനെ നമുക്കറിയാം, തൊട്ടു മുമ്പ് 2022 ജയ് ജയ ഹേ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതും എങ്ങനെയായിരുന്നു, വളരെ മനോഹരമായ ആസ്വദിച്ചു പോകാവുന്ന എന്നാൽ ചെറിയ കണ്ടന്റ് ആശയങ്ങളൊക്കെ മേമ്പൊടിയായി ചേർത്ത് പോകുന്ന സിനിമയുടെ സംവിധായകനാണ് വിപിൻ ദാസ്. വിപിൻ ദാസിന്റെ ആ സിനിമയ്ക്ക് ശേഷമുള്ള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എന്തായാലും സിനിമ ഒരു ഡ്രാമ ആൻഡ് കോമഡി ഡ്രാമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ക കോമഡി എന്റർടൈനർ എന്ന രീതിയിൽ ഇതിനെ സമീപിച്ചാൽ മതി. നമ്മുടെ പണ്ട് CID മ്യൂസിയം അതുപോലെ പറക്കുന്തലയൊക്കെ കണ്ടിരുന്നില്ലേ, അത് ഇന്നും നമ്മൾ ആസ്വദിച്ച് കാണുന്നുണ്ടല്ലോ. അത്തരത്തിൽ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ലോജിക്കൊന്നും വല്ലാണ്ട് നോക്കാണ്ട് ഈ സിനിമയ്ക്ക് കയറിയാൽ മുഴുനീളം, അത് സ്റ്റാർട്ടിങ് മുതൽ ഏതാണ്ട് എൻഡ് വരെയും നമുക്ക് ചിരിക്കാനുള്ള കുറേ വകകൾ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പല സമയത്തും നമ്മൾ സീരിയസ് ആയ മാറ്ററുകളുള്ള സിനിമകൾ ഒട്ടേറെ കാണാറുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ടാവാറുണ്ട്. അത്തരം സിനിമകൾ, അത്തരം ജേണറുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പൃഥ്വിരാജ് സുകുമാരനെയൊക്കെ പറയുമ്പോൾ തൊട്ടു മുമ്പ്, ഒരു മാസം മുമ്പാണ് ആടുജീവിതം എന്നുള്ള സിനിമ വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയ സിനിമ. അത് ഒട്ടും കോമഡി ഇല്ലാതെ ചെയ്ത ഒരു സിനിമയാണ്. എന്നാൽ അതിനകത്തെ നജീബിനെയും ഇതിനകത്തെ ആനന്ദനെയും വെച്ച് നോക്കിയാൽ ഈ നടന്റെ റേഞ്ച് ശരിക്കും നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു 80-90കളിലെ ലാലേട്ടൻ ചെയ്തിരുന്ന കോമഡി പാറ്റേൺ പോലെ രസകരമായിട്ട് പൃഥ്വിരാജ് ആ മനുഷ്യനിൽ നിന്ന് നമുക്ക് കോമഡി വളരെ ഇഷ്ടത്തോടു കൂടി കാണാൻ പറ്റും. ബേസിൽ ജോസഫ് നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്തുള്ള ഒരു പയ്യൻ വന്ന് ചില കഥാപാത്രമായി ഇങ്ങനെ അവതരിപ്പിക്കുന്നത് പോലെ നമുക്ക് എപ്പോഴും ബേസിലിൻ്റെ കഥാപാത്രം തോന്നാറുള്ളൂ. അത്തരത്തിൽ തന്നെ ഇതിനകത്തെ ഈ സിനിമയിലെ വിനുവിനെയും ബേസിൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ അനശ്വര രാജൻ, ദിഖില, വിമൽ, അങ്ങനെ ഒട്ടേറെ താരങ്ങളുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ആളുകൾ നമ്മുടെ ബേസിലിൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ കൂട്ടുകാരും അനിയനുമായിട്ടുള്ള ക്യാരക്ടർ, അവർ വളരെ പക്കയായിട്ട് അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഒട്ടേറെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ ഒരുപാട് ആളുകളുള്ള ഒരു സീനാണ്. എന്തായാലും വളരെ ഗംഭീരമായി തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചിരിച്ച് ആസ്വദിക്കാം. അത്യാവശ്യം ചിരിപ്പിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുക്കിയിട്ട് തന്നെയാണ് വിപിൻ ദാസ് ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള സിനിമ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ ലോജിക്കും സീരിയസ് ആയ മാറ്ററൊന്നും ആലോചിക്കാതെ ഒരു 2.25 മണിക്കൂർ നേരം തിയേറ്ററിൽ പോയിട്ട് ഒന്ന് ആസ്വദിക്കാൻ, രസകരമായിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ, ഒരു കല്യാണം കൂടാൻ പറ്റുന്ന രീതിയിൽ, ശരിക്കൊരു കല്യാണം കൂടി ഇറങ്ങുന്ന ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയാണ്. എന്തായാലും മോശമില്ലാതെ കണ്ടിരിക്കാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു.